أجمعين أما بعد അഭിവന്ദരായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുകളെ, ഈ സ്റ്റേജിൽ ഉപവിട്ടരായ സാദാത്യങ്ങളെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സാരഥികളെ, സ്നേഹം നിറഞ്ഞ കുത്തുബുസ്സമാൻ സയ്യിദ് അലവിയൽ മമ്പ്രമിയെ മഹാനവറുകളെ, നെഞ്ഞിലേറ്റിയ സഹോദര സഹോദരിമാരെ, 175ാമത്തെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള ഈ സമാപന പരിപാടിയിൽ പങ്കെടുത്ത നമ്മയെല്ലാം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ദുനിയവിയും ഉഖ്റവിയുമായ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും അല്ലാഹു അവന്റെ മസ്ലഹത്ത് പോലെ സലാമത്തിലും ഫത്ഹിലുമാക്കി തീർക്കുമാറാകട്ടെ. ലോക മുസ്ലിംകൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഭീഷണിയും നിരന്തരമുള്ള വെല്ലുവിളികളും അർഹമായ നിലയിൽ അതിജീവിക്കാനും ഇസ്സത്ത് നിലനിർത്താനും അല്ലാഹു ലോക മുസ്ലിംകൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ തന്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ ദുൽഹജ്ജ് 9 അറഫയുടെ ദിനത്തിൽ ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്ത് പാറക്കല്ലിന്റെ മുകളിൽ നിന്നുകൊണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന തന്റെ അനുയായികളെ, തന്നോടൊപ്പം ഹജ്ജിന് വന്ന പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജിൽ പങ്കെടുത്ത തന്റെ സതീർത്ഥരെ അഭിമുഖീകരിച്ചുകൊണ്ടൊരു വലിയ പ്രസംഗം, അന്താരാഷ്ട്ര രംഗത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ഇതായിരുന്നു: അലാ ലിയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇന്നിവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ മഹിതമായ ദൗത്യം എത്തിച്ചു കൊടുക്കട്ടെ. ഇന്നെന്റെ പ്രസംഗം കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രവാചകന്റെ ഈ സന്ദേശം 1.25 ലക്ഷത്തോളം വരുന്ന തന്റെ അനുയായികൾ സശിരകമ്പം അംഗീകരിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ആ സന്ദേശം അവരെത്തിച്ചു കൊടുത്തു. മക്കയും മദീനയും വളരെ പുണ്യകരമായ നാടായിരുന്നു. പക്ഷേ അവിടെ ഒതുങ്ങി നിൽക്കാൻ, അവിടെ താമസിക്കാൻ അവരാഗ്രഹിച്ചില്ല. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അവർ പുറപ്പെട്ടു. പ്രഗത്ഭനായ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവർ മദീനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഇറാഖിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. മഹാനായ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കോഴിക്കോട്ട് വന്ന് അദ്ദേഹം കോഴിക്കോട്ട് ഇസ്ലാമിന്റെ പ്രബോധനം സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മദ്രാസിൽ വന്നു. അദ്ദേഹം അവിടെയും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തുർക്കിയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം തുർക്കിയിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു അബി വഖ്ശ് റളിയല്ലാഹു അൻഹു ചൈനയിലേക്ക് പുറപ്പെട്ടു. മഹാനായ പ്രവാചകൻ മദീനയിലെത്തിയതിന്റെ 3-ാം വർഷമാണ് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നത്: പ്രവാചക, എനിക്കൊന്ന് ചൈനയിൽ പോകണമെന്ന്. അദ്ദേഹം ചൈനയിൽ പോകാൻ പ്രവാചകൻ അനുവാദം കൊടുത്തു. ചൈനയിൽ അദ്ദേഹം വന്നു, ചൈനീസ് ഭാഷ പഠിച്ചു. ചൈനീസ് ഭാഷയിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. തായ് സിംഗ് എന്ന് പറയുന്ന ചൈനയിലെ മഹാരാജാവ് അതിലാകൃഷ്ടനായി. അദ്ദേഹം മുസ്ലിമായി. തുടർന്നുകൊണ്ട് ചൈനക്കാർ ഇസ്ലാമിലേക്ക് വന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പ്രവാചകന്റെ വഫാത്ത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനും ദിവംഗതരായ ദിനം ആ മഹാത്മാവ് ഒരിക്കലും തന്നെ അറിഞ്ഞില്ല. 10,000-കണക്കിന് ചൈനക്കാർ ഇസ്ലാമിൽ വന്ന സന്തോഷം പ്രവാചകനെ കേൾപ്പിക്കാനുള്ള നിലയിൽ അദ്ദേഹം ചൈനയിൽ നിന്നും മദീനയിലേക്ക് മടങ്ങി. പക്ഷേ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിരുന്നു. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. വാസ്തവത്തിൽ ഹബീബായ നബിയുടെ നബി, എന്റെ ഈ വാക്ക്, ഈ ഞാൻ ചൈനയിൽ ഉണ്ടാക്കിയ ഫത്ഹ്, ഇസ്ലാമിക
മലർവാടിയിലേക്കുള്ള കൂട്ടം കൂട്ടമായി ജനങ്ങൾ വന്നതറിഞ്ഞാൽ ലോകത്താരെക്കാളും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നബിയായിരിക്കുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. പക്ഷേ പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല. ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനുമായി സംസാരിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, ഇനിയും നിങ്ങൾ ചൈനയിലേക്ക് പോകുന്നുവോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചൈനയിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 300ഓളം വരുന്ന ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളെ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിന് അങ്ങ് പറഞ്ഞയച്ചു കൊടുക്കുകയും ചെയ്തു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിനുവായിരുന്നു പിന്നീട് ചൈനയിൽ ഇസ്ലാമിന്റെ പ്രബോധനം പൂർത്തീകരിച്ചത്. ഇതുപോലെ തന്നെയാണ് ട്യൂണീഷ്യയുടെ കിഴക്ക് ഭാഗത്ത്, ആഫ്രിക്കയിൽപ്പെട്ട ട്യൂണീഷ്യയുടെ കിഴക്ക് ഭാഗത്താണ് റുബയ്യ റളിയല്ലാഹുവിന്റെ കൂടെ ഏതാനും സഹാബികൾ അവിടെ എത്തിച്ചേരുന്നത്. വന്നു നോക്കുമ്പോൾ എല്ലാം കാട്ടുമനുഷ്യന്മാർ. അവരുടെ ജോലിയാണെങ്കിലും പാമ്പിനെ പിടിക്കുക, ചേരയെ പിടിക്കുക, കുരങ്ങനെ പിടിക്കുക, എന്നിട്ട് കളിപ്പിക്കുക. പാമ്പിനെയും ചേരയെയും പിടിച്ച് കളിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ജനസമൂഹം, നാഗരികതയില്ലാത്ത സമൂഹം, നഖം മുറിക്കാത്തവർ, മീശ വെട്ടാത്തവർ, മുടി വെട്ടാത്തവർ, വൃത്തിയിൽ ജീവിക്കാത്തവർ. വാസ്തവത്തിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ അവർ വന്ന് സംസാരിച്ചപ്പോൾ ജനങ്ങളാകെ ഇളകി വശായി. അവരുടെ കാട്ടിൽ താമസിക്കുന്ന ആ പഴയ ആദിവാസി വർഗത്തിന്റെ നേതാവിന്റെ അരികിൽ ചെന്ന് ഇവരെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ചു. ഉടനെ തന്നെ ആദിവാസി നേതാവ് വിവരമറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റുബയ്യ റളിയല്ലാഹുവിനെയും കൂടെയുള്ള സഹാബികളെയും അങ്ങോട്ട് ക്ഷണിക്കുകയുണ്ടായി. ക്ഷണിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ അറിയിക്കാൻ, ശരിക്കൊരു മനുഷ്യനായി ജീവിക്കാൻ, സംസ്കാരസമ്പന്നനായി തീരാൻ, വിജ്ഞാനത്തിന്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ, പ്രവാചകന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ, ഇതൊക്കെയാണ് ഞങ്ങളുടെ മഹിതമായ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടുമനുഷ്യന്മാർക്കുണ്ടോ ഈ സാംസ്കാരിക വാക്കുകളുടെ ആശയം മനസ്സിലാകുന്നത്? അവർ പാമ്പും ചേരയും വന്യമൃഗങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരല്ലേ. അവരാകെ ബഹളം കൂട്ടി. അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടില്ലെങ്കിൽ ഈ കാടുകളിൽ നല്ല തേളുകളുണ്ട്, പാമ്പിനേക്കാൾ ഉഗ്രവിഷമുള്ള തേളുകൾ. ആ തേളുകളെ മുഴുവനും നിങ്ങളുടെ നേരെ അയക്കും. ചെന്നായ്ക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ റുബയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തേളിനെ കൊല്ലാൻ വന്നവരല്ല ഞങ്ങൾ പാമ്പിനെ കൊല്ലാൻ വന്നവരല്ല, കുരങ്ങിനെ കൊല്ലാൻ വന്നവരല്ല. ആ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട എന്ന്. ഈ സന്ദർഭത്തിലായിരുന്നു അവർ കാടിളക്കിക്കൊണ്ടൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ശബ്ദം പുറപ്പെടുവിച്ചതോടുകൂടെ തന്നെ അതാ മാളത്തിലിരിക്കുന്ന തേളുകൾ വരുന്നു. അതുപോലെ തന്നെ മാളത്തിലുള്ള പാമ്പുകൾ വളഞ്ഞ് പൊളഞ്ഞ് പണം ഉയർത്തിക്കൊണ്ടുവരുടെ നേരെ വരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ആളുകൾ കണക്കുകൂട്ടി, ഇപ്പോൾ തന്നെ ഇവരെ ഈ പാമ്പ് കഴിക്കും. അതുപോലെ ചെന്നായ്ക്കൾ കുരക്കാൻ തുടങ്ങി. ചെന്നായ്ക്കളെല്ലാം അവരുടെ ചുറ്റുഭാഗത്തും വന്നു നിൽക്കുന്നു. അപ്പോഴാണ് റുബയ്യ റളിയല്ലാഹു അൻഹു അവയെ നോക്കിക്കൊണ്ട് പറയുന്നത്, അയ്യുഹൽ ഹയ്യ അയ്യുഹസ്സബ്, അല്ലയോ സർപ്പസമൂഹമേ, അല്ലയോ പാമ്പ് വർഗമേ, അല്ലയോ വന്യമൃഗമേ, നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ആരാണെന്നറിയാമോ? പ്രവാചകന്റെ സഖാക്കളാണ് ഞങ്ങൾ. നിങ്ങളെ കൊല്ലാനല്ല ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്, നിങ്ങളെ ദ്രോഹിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ വന്ന ഉദ്ദേശം നഹ്നു നുരീദു അൻ നഖൂമ ദൗലത്തൻ ഇസ്ലാമിയ ഫി ഹാദിഹിൽ മിൻതഖ, ഈ പ്രദേശത്ത് ഒരു ഇസ്ലാമിക സംസ്കൃതി കെട്ടിപ്പടുക്കാനുള്ള സദുദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. അതിന് നിങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കരുത്. ഫഖ്റുജു മിൻ ഹാദിഹിൽ മിൻതഖ, ഇവിടുന്ന് നിങ്ങൾ വേഗം തന്നെ സ്ഥലം വിടണമെന്ന് പറഞ്ഞപ്പോൾ ആ ആജ്ഞാശക്തിയുള്ള പ്രസംഗത്തിന്റെ മുമ്പിൽ കുരച്ചു ചാടി വന്ന ചെന്നായ്ക്കൾ തിരിച്ചു കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. പണമുയർത്തിയ പാമ്പുകൾ മാളത്തിലേക്ക് മടങ്ങുന്നു, തേളുകൾ മാളത്തിലേക്ക് മടങ്ങുന്നു. അപ്പോഴാണ് കാട്ട് മനുഷ്യരുടെ നേതാവ് പറയുന്നത്, തേളിനിവരുടെ ഭാഷ അറിഞ്ഞു, പാമ്പിനും ഭാഷ മനസ്സിലായി, നമുക്കിവരുടെ ഭാഷ മനസ്സിലായില്ലല്ലോ എന്ന്. ഇവരുടെ പ്രസംഗം കേൾക്കാൻ, ഉപദേശം കേൾക്കാൻ അവരുടെ മുന്നിലിരുന്നു. അവർ ഇസ്ലാമിന്റെ സംസ്കൃതി അവരെ പഠിപ്പിച്ചു. അവർ ദീനിലേക്ക് വന്നു. വളരെ പുരോഗതിപ്പെട്ടപ്പോൾ, ഞാൻ ചുരുക്കുകയാണ്, അവരവസാനം വാസ്തവത്തിൽ ആ പ്രദേശത്ത് ഒരു ഖുർആൻ യൂണിവേഴ്സിറ്റിയാണ് പിന്നീട് ഉണ്ടായിത്തീർന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കൈറുവാൻ എന്ന് പറയുന്ന ആ കാട് പിന്നീട് കൈറുവാൻ സിറ്റിയായി മാറുകയുണ്ടായി. അങ്ങനെ നാട്ടിന്റെ നാനാഭാഗത്ത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സഹാബാക്കൾ
ചെല്ലുകയും അവിടെ ഇസ്ലാമിനെ കെട്ടിപ്പടുക്കുകയും ചെയ്യുകയുണ്ടായി. ആ സഹാബാക്കളുടെ പിൻഗാമികളാണ് താബിഈങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ. അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വന്നിരുന്നു. എന്റെ മുന്നിൽ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള സാത്വികന്മാരായ ആളുകളെത്തിയിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വാസ്തവത്തിൽ നിരന്തരം പലരും തന്നെ വരികയുണ്ടായി. അക്കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നു ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി. 90 ലക്ഷം രജപുത്രന്മാരാണ് അദ്ദേഹത്തിന്റെ കൈക്കായി ഇസ്ലാമിലേക്ക് വന്നത്. ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കൈക്ക് 1 ലക്ഷം ആളുകളെ ഇറാഖിൽ ഇസ്ലാമിലേക്ക് വന്നിരുന്നുള്ളൂ. കാരണം ഇസ്ലാമിന്റെ വളരെ കൂടുതൽ എതിരാളികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുടെ എണ്ണം ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ 1 ലക്ഷമെന്നാണ് പ്രസ്താവിച്ചു കാണുന്നത്. 90 ലക്ഷം രജപുത്രന്മാർ അജ്മീർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഈ വളരെ യാഥാസ്ഥികരായ ഹിന്ദു വർഗീയവാദികളുടെ കേന്ദ്രത്തിലാണല്ലോ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി വന്നത്. ശാന്തി ദേവൻ, ജയപാൽ മഹർഷി അവരുടെ തലതൊട്ടപ്പനായ നേതാക്കന്മാരായിരുന്നു. അവരെല്ലാവരും തന്നെ ഇസ്ലാമിലേക്ക് വന്നു. ജയപാൽ മഹർഷി ഷെയ്ഖ് അബ്ദുള്ള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഖാജായുടെ തൊട്ടടുത്ത് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുള്ളയുടെ ഖബർ മസാർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് അബ്ദുള്ള ആരായിരുന്നു? ജയപാൽ മഹർഷിയായിരുന്നു. മന്ത്രവാദം അറിയാവുന്ന ആളായിരുന്നു. തീമഴ വർഷിക്കാൻ കഴിയുന്ന ആളായിരുന്നു. ശാന്തി ദേവൻ ഭൂമിയിലേക്ക് നോക്കിയാൽ ഇത്ര അടി താഴെ വെള്ളമുണ്ടെന്നെല്ലാം തന്നെ പ്രവചിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരിയുടെ ദേവത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ സ്വാഗതം ചെയ്യാൻ അവർ നിർബന്ധിതരായി. തുടർന്നുകൊണ്ട് ബഹുജനങ്ങളും ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അങ്ങനെ അല്ലാഹു തആല ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ മഹത്തുക്കളെല്ലാം ലോകത്ത് സഞ്ചരിച്ചിരുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം ചമ്രം പടഞ്ഞിരിക്കുന്ന ആള് എന്ന് നാം മനസ്സിലാക്കരുത്. നമുക്കൊരു ചെറിയ ധാരണയുണ്ട്. ഒരു വലിയ എന്ന് പറയുമ്പോഴേക്കും ഒരു കറുത്ത കൊട്ടിട്ട് അല്ലെങ്കിൽ ജടമുടിയായി അല്ലെങ്കിൽ കുറെ രുദ്രാക്ഷമാലയും കഴുത്തിലിട്ട് ആർക്കും തിരിയാത്ത കുറെ സംസാരവുമായിട്ട് ജീവിക്കുന്ന ഒരാള് എന്ന്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെയായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ ദീനാകുന്ന വെളിച്ചവുമായിക്കൊണ്ടാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നത്. ആ വെളിച്ചം അവർ പ്രബോധനം ചെയ്തവരാണ്. അവരിൽ മജ്ദൂബീങ്ങൾ ഉണ്ടാവാം, പക്ഷേ മജ്ദൂബീങ്ങൾ അവരുടെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണ്. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പ്രബോധകന്മാരായിക്കൊണ്ടാണ് ഉന്നതന്മാരായ ഔലിയാക്കന്മാരെ നാം അറിയുന്നത്. കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ ഹുവ ലില്ലാഹി വലിയൻ. മുത്തഖിയായ എല്ലാ മുഅ്മിനും വലിയാണ്. വൈറ അന്നഹും യതഫാവതൂന ഫീ ദറജാതിഹിം ബിഹസ്ബി തഖ്വാഹു. തഖ്വയുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും പദവിയുടെ മാനദണ്ഡം കിടക്കുന്നത്. ഇന്ന മിൻ അഅ്ലമിൽ കറാമാത്തി അൽ ഇസ്തിഖാമ. കറാമത്തുകളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് അത്ഭുതങ്ങളുടെ പ്രകടനമല്ല, നേരെ മറിച്ച് അൽ ഇസ്തിഖാമത അല തആത്തി ബിഫിഅലിൽ മഅ്മൂറാത്തി ശർഇയ്യ വജ്തിനാബിൽ മുഹറമാത്തിൽ മൻഹിയാത്ത്. ശരീഅത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, നിരോധിച്ചത് നിരാകരിക്കുക, നിർദ്ദേശിച്ചതനുസരിച്ചുകൊണ്ട് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടെ മുന്നോട്ട് പോവുക. ഇതാണ് ആലമുൽ കറാമത്ത് എന്ന് റിസാലത്തുൽ ഖുശൈരിയിൽ ഇമാം എഴുതി കാണുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെയുള്ള മഹത്തുക്കളായിരുന്നു നാം അറിയപ്പെടുന്ന ഖുതുബീങ്ങളിൽപ്പെട്ട പ്രഗത്ഭന്മാരെല്ലാവരും തന്നെ. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയൽ മമ്പറം, ഇവരെല്ലാവരും തന്നെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലൂടെ നീങ്ങിക്കൊണ്ട് ജനങ്ങളിൽ പ്രബോധനം നടത്തിയവരാണ്. നമ്മുടെ കേരളം വളരെ അനുഗ്രഹീതമായ ഒരു നാടാണ്. ബഹുമാനപ്പെട്ട ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ ഇവിടെ അല്ലാഹു തആല കേരളത്തിന് ഇന്ത്യക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ സുപ്രധാനമാണ് മഹത്തുക്കളായ പ്രബോധകന്മാർ നിരന്തരം വന്നിരുന്നു. ഈ പ്രബോധകന്മാരിൽ ഏറിയതും വന്നത് യമനിൽ നിന്നായിരുന്നു, ഹദർമൗത്തിൽ നിന്ന്.
തെരീമിൽ നിന്നായിരുന്നു ഏറെയും ഇവിടെ വന്നത്. ഇവരെല്ലാം തന്നെ സാദാത്ത് വിഭാഗക്കാർ, ബഹുമാനപ്പെട്ട ബാലവി സാദാത്യങ്ങളിൽപ്പെട്ട ഉന്നതന്മാരായിരുന്നു. അവരാണ് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഇസ്ലാമിനെ ഇവിടെ പിടിച്ച് നിലനിർത്തുകയും ചെയ്തത്. ബഹുമാനപ്പെട്ട നേതാക്കന്മാരിവിടെ വരുമ്പോൾ, ഈ മഹാന്മാരായ സാദാത്യങ്ങൾ ഇവിടെ വരുമ്പോൾ അവരെ രണ്ട് കൈയിൽ നീട്ടിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഇവിടുത്തെ നാടുവാഴികൾ വിസ്മരിച്ചിരുന്നില്ല, മടിച്ചിരുന്നില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജിഫിരി കുടുംബം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നതും കോഴിക്കോട്ടെ സാമൂതിരി രാജാവ് അവരെ സ്വീകരിക്കുന്നതുമെല്ലാം തന്നെ. ഈ നിലയിൽ ഏറ്റവും പ്രഗത്ഭനും കുത്തുബുമായിക്കൊണ്ട് അന്നറിയപ്പെട്ട മഹാനാണ് ഷെയ്ഖ് ജിഫിരി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖ് ജിഫിരി വന്നപ്പോൾ അന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സാമൂതിരി രാജാവാണ് മുന്നോട്ട് വന്നത്. സാമൂതിരിക്ക് അദ്ദേഹവുമായിക്കൊണ്ട് വലിയ ബന്ധമായിരുന്നു. ടിപ്പു സുൽത്താൻ മലബാറിലൂടെ പടയോട്ടം നടക്കുന്ന കാലവും കൂടിയാണ്. ഈ പടയോട്ടം നടക്കുന്ന കാലമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ഷെയ്ഖ് ജിഫിരിയെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടെത്തുക പതിവായിരുന്നു. കുറ്റിച്ചിറക്കടത്തുള്ള മാളിയേക്കൽ ആ തറവാട്ടിലാണ് താമസം. ഇതിനെല്ലാമുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവായിരുന്നു. സാമൂതിരിയും ഷെയ്ഖ് ജിഫിരിയും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും തമ്മിലുള്ള സംയുക്തമായ സംഭാവനയാണ് കോഴിക്കോട്ടിന് മറക്കാൻ കഴിയാത്ത മാനാഞ്ചിറ എന്ന് പറയുന്ന ആ ജലസംഭരണി. വാസ്തവത്തിൽ ഏത് ഭുഗ്നകാലത്തോ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു നല്ല ജലസംഭരണി ആവശ്യമായിന് എന്നുള്ള ആഗ്രഹം മാനവവിക്രമൻ അദ്ദേഹം അങ്ങ് പ്രകടിപ്പിച്ചപ്പോൾ അതിന് ടിപ്പു എല്ലാ പ്രോത്സാഹനവും നൽകുകയുണ്ടായി. സാമൂതിരി അതിന്റെ സ്ഥലവും അനുവദിക്കുകയുണ്ടായി. ഇന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതല്ലേ കോഴിക്കോട്ടെ മാനാഞ്ചിറ കുളം, അതായത് മാനാഞ്ചിറ. വാസ്തവത്തിൽ ഈ മാനാഞ്ചിറ ഉണ്ടാകുന്നത് തന്നെ സാമൂതിരി രാജാവും അതുപോലെ തന്നെ ഷെയ്ഖ് ജിഫിരിയും ടിപ്പു സുൽത്താനും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. ടിപ്പു സുൽത്താൻ ഷെയ്ഖ് ജിഫിരിയുടെ മുരീദും കൂടിയായിരുന്നു. ഇന്നും മാളിയേക്കൽ തറവാട്ടിൽ പോയാൽ ഒരു പ്രത്യേക കട്ടിൽ, പ്രത്യേക പടി കാണാൻ കഴിയും. കാരണം ടിപ്പു സുൽത്താന്റെ യാത്രാവേളയിലെല്ലാം വിശ്രമിക്കാൻ അദ്ദേഹം അവിടെ എത്തും. അദ്ദേഹം കിടന്ന കട്ടിലായിരുന്നു. അതൊരു സ്മാരകമായിക്കൊണ്ട് ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചത് ജിഫിരി ഹൗസിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി കോഴിക്കോടിന്റെ പരിസരങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹസൻ ജിഫിരി അഥവാ മുമ്പറൻ തങ്ങളുടെ കുത്തുബുസ്സമാന്റെ അമ്മാവനായ ബഹുമാനപ്പെട്ട ഹസൻ ജിഫിരി എത്തിച്ചേരുന്നത്. ഹസൻ ജിഫിരി എത്തിയപ്പോൾ ഉടനെ തന്നെ ഷെയ്ഖ് ജിഫിരി എല്ലാവരോടും വിവരം പറഞ്ഞു. അതോടുകൂടിയിട്ട് കോഴിക്കോട്ടെ പ്രമുഖന്മാരെല്ലാവരും തന്നെ കാണാനെത്തുകയുണ്ടായി. ഒരു സാദാത്ത് കുടുംബത്തിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു നേതാവ് വന്നു എന്നറിഞ്ഞാൽ എല്ലാ മഹല്ലത്തുകാരും അവരെ തങ്ങൾക്ക് കിട്ടണം, തങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ വേണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഈ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരൂരങ്ങാടിക്കാർക്ക് വലിയ ഒരു ചാൻസ് ആയിക്കൊണ്ട് ഹസൻ ജിഫിരിയെ ലഭിക്കപ്പെടുന്നത്. ഹസൻ ജിഫിരിയെ ഇങ്ങോട്ട് കിട്ടണമെന്ന് അന്നത്തെ തിരൂരങ്ങാടി കാളിയായ ജമാലുദ്ദീൻ മഖ്ദൂമി ആവശ്യപ്പെടുകയുണ്ടായി. ഷെയ്ഖ് ജമാലുദ്ദീൻ മഖ്ദൂമിയുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് ഷെയ്ഖ് ജിഫിരി ഹസൻ ജിഫിരിയെ ഈ തിരൂരങ്ങാടിക്ക് കൊണ്ടുവന്നു. തിരൂരങ്ങാടിയിൽ നിന്നാണ് വാസ്തവത്തിൽ പിന്നീട് അദ്ദേഹത്തിന് വിവാഹിതരാകേണ്ടി വന്നത്. കമ്മുമുല്ലയുടെ മകൻ ഹബീബിന്റെ മകളെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. അല്ല, കമ്മുമുല്ലയുടെ മകളെയായിരുന്നു എന്നല്ല ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ അന്നഫഹാത്തുൽ ജലീല എന്ന ഗ്രന്ഥത്തിൽ കാണുന്നത് ബഹുമാനപ്പെട്ട കമ്മുമുല്ലയുടെ മകൻ ഹബീബ് എന്ന് പറയുന്ന മഹാനുഭാവന്റെ മകളെയാണ് വിവാഹം ചെയ്തത്. അതോടൊന്നിച്ചുകൊണ്ട് കമ്മുമുല്ലയുടെ ഈ സ്വത്ത്, അദ്ദേഹത്തിന്റെ വീടും വീട്ടുസ്ഥലവുമെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഹസൻ ജിഫിരിക്ക് വിലക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുകയുണ്ടായി. ഹസൻ ജിഫിരിയുടെ നിർദ്ദേശം ഇതായിരുന്നു, അമ്മാശനോട് അല്ലെങ്കിൽ ബന്ധുവായ കമ്മുമുല്ലയോട്. കമ്മുമുല്ല പ്രമാണിയായിരുന്നു, കേവലം മുല്ലാക്കയൊന്നുമല്ല, പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു, നല്ല ഖുർആൻ തജ്വീദ് അറിയുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള കമ്മുമുല്ലയോട് പറഞ്ഞു, നിങ്ങൾ പാങ്ങിൽ പോയി താമസിക്കണം എന്ന്. പാങ്ങിൽ താമസിക്കുകയും അവിടെ ദർസ് നടത്തുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. പിന്നീട് തിരൂരങ്ങാടിയിലുള്ള കമ്മുമുല്ലയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ താമസ പാങ്ങിലായിരുന്നു. കമ്മുമുല്ലയുടെ 4ാമത്തെ മക്കളിൽപ്പെട്ട തലമുറയിൽപ്പെട്ട ആളാണ്
പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യ ശില്പികളിൽ നേതാവായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി പരലോകത്ത് ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പാങ്ങിൽ അഹമ്മദ് കുട്ടിയ മുസ്ലിയാരുടെ ഉപ്പാപ്പമാരിൽ ഒരാളാണ് കമ്മുമുല്ല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഹസൻ ജിഫിരി. പിന്നീട് മമ്പറത്തേക്ക് മാറുകയും താമസം തുടങ്ങുകയും ചെയ്തു. തന്റെ പുത്രിയെ സംബന്ധിച്ചിടത്തോളം രോഗശൈലിയിൽ കിടക്കുമ്പോഴുള്ള വസിയത്തായിരുന്നു ഇങ്ങനെ യമനിൽ നിന്ന് ഹദർമൗത്തിൽ നിന്നൊരാൾ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ വരാൻ പോകുന്നുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ വന്നാൽ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞത് മഹാനുഭാവൻ തന്റെ യൗവനമയത്ത് 17 വയസ്സിൽ കോഴിക്കോട്ട് എത്തിച്ചേരുന്നത്. കോഴിക്കോട്ടെ പ്രമുഖന്മാരെ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി അദ്ദേഹത്തെ ഇങ്ങോട്ട് മമ്പറത്തേക്ക് കൊണ്ടുവന്ന് ഹസൻ ജിഫിരി അപ്പോഴും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വസിയത്തനുസരിച്ചുകൊണ്ട് ഈ ഹസൻ ജിഫിരിയുടെ മകളെ വിവാഹം ചെയ്യുകയുണ്ടായി. ആ വിവാഹത്തിൽ ഏറെക്കാലം അത് തുടർന്നു നിന്നില്ല, മരണപ്പെടുകയുണ്ടായി. പിന്നീട് കൊയിലാണ്ടി അമ്പായത്തുന്നകത്ത് ഈ സയ്യിദ് അബൂബക്കർ മദനിയുടെ പുത്രിയാണ് വിവാഹം ചെയ്തത്. ആ വിവാഹത്തിലുണ്ടായ മകനാണ് സയ്യിദ് ഫളൽ എന്ന് പറയുന്ന പ്രഗൽഭൻ. പിതാവിന്റെ മഹത്വം പോലെ തന്നെ യോഗ്യനായ മകൻ. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മമ്പറമിയി ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ എല്ലാം തന്നെ ആശാപ്രതീക്ഷയായി മാറുകയുണ്ടായി. കാരണം അധിനിവേശ ശക്തികളുടെ നിരന്തര വെല്ലുവിളിയും നിരന്തര ഉപദ്രവവും എല്ലാം തന്നെ നമ്മുടെ മലബാറിൽ, നമ്മുടെ മലനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് നല്ലൊരു നേതൃത്വം വേണോ, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് വേണോ. വാസ്തവത്തിൽ സയ്യിദ് അലവിയിൽ മമ്പറമിയിൽ മഹാനവറുകൾക്ക് ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ അക്കാലത്തുള്ള അധിനിവേശ സാമ്രാജ്യ ശക്തികളെ നേരിടാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടായിരുന്നു. ഔലിയാക്കന്മാരിൽ പലരെയും നമുക്ക് ഇങ്ങനെയുള്ള മഹത്തുക്കളായി കാണാൻ കഴിയും. അങ്ങനെയുള്ള എത്രയോ മഹത്തുക്കൾ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ബ്രിട്ടീഷുകാരുടെ നിരന്തര വെല്ലുവിളി, ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, അവരുടെ ഭരണം അടിയുറപ്പിക്കാൻ ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വിഘാതമാകുന്ന പരിപാടികൾ ആവിഷ്കരിക്കുന്ന ഈ സമയത്ത് മുസ്ലിം സമുദായത്തിനായിരുന്നു ന്യൂനപക്ഷ സമുദായം എന്ന പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അവർക്ക് ഇതിനെല്ലാം തന്നെ നേരിടാൻ പറ്റുന്ന പ്രഗത്ഭനായ ഒരു നേതാവിന് ആവശ്യമായിരുന്നു. ആ നേതാവായിരുന്നു ഖുത്ബുസ്സമാൻ. അദ്ദേഹത്തിന്റെ പിന്നിൽ അവർ അണിനിരന്നു. മാത്രമല്ല മുസ്ലിമീങ്ങൾ മാത്രമല്ല, ദലിതരും അദ്ദേഹത്തിന്റെ പിന്നിൽ വന്നു. സർവമത സൗഹാർദ്ദവും മൈത്രിയും ഈ നാട്ടിൽ അനിവാര്യമാണ്. ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മഹാനുഭാവൻ എല്ലാ മതക്കാർക്കിടയിലുള്ള രഞ്ജിപ്പും വളർത്തുകയുണ്ടായി. ആ രഞ്ജിപ്പിന്റെ ഒരു ഉദാഹരണമായിരുന്നു തന്റെ സതീർത്ഥനായ കോന്തു നായരെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി കോന്തു നായരായിരുന്നു. പല മഹത്തുക്കളെയും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. മരണപ്പെട്ട അഹമ്മദാജിയുടെ ശിഷ്യനാണ്, വലിയ അഗാധ പണ്ഡിതനാണ്. പിൻകാലത്ത് രാലിച്ചനെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് രാലിച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് 80-90 വയസ്സാണ്. അന്ന് സുലൈമാൻ മുസ്ലിയാരൊന്നുമില്ല. പക്ഷേ സുലൈമാൻ മുസ്ലിയാരുടെ കഥ രാലിച്ചൻ എപ്പോഴും പറയും. രാലിച്ചന്റെ 2 കാലിനും മന്തുണ്ടായിരുന്നു. ഞങ്ങൾ കാണുന്ന കാലത്ത് രാലിച്ചന്റെ 1 കാലിന് മാത്രമാണ് മന്ത്. അദ്ദേഹം പറയും, കാലിന്മേലുള്ള മന്ത് സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു, ആ മന്ത് വേണ്ട എന്ന്. അവസാനം അത്ഭുതമെന്ന് പറയട്ടെ, മന്ദരോഗം വന്നാൽ മാറുന്നതല്ലല്ലോ, സുഖപ്പെടുന്നതല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ മന്ദരോഗം അങ്ങ് മാറുകയുണ്ടായി. ഒരൊറ്റക്കാലിന്മേൽ മാത്രം മന്ത്. പിന്നെയും പറഞ്ഞു, തങ്ങളെ അക്കാലിലുള്ള മന്തും എനിക്ക് സുഖപ്പെടുത്തി തരണമെന്ന്. അപ്പോഴെല്ലാം സുലൈമാൻ മുസ്ലിയാർ ചിരിക്കും എന്നാണ് പറയാറുള്ളത്.
സുലൈമാൻ മുസ്ലിയാർക്ക് വെള്ളം ചൂടാക്കി കൊടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ വലിയൊരു ഡ്യൂട്ടി. സുലൈമാൻ മുസ്ലിയാർക്ക് ഏറ്റവും ചൂടുള്ള വെള്ളം വേണം, പതക്കുന്ന വെള്ളം. ആ പതക്കുന്ന വെള്ളം ദേഹത്തിലേക്ക് ഒഴിക്കുമ്പോൾ രാരിച്ചൻ വന്ന് കൈപിടിക്കും, ദേഹം പൊള്ളിപ്പോകുമെന്ന് പറഞ്ഞ്. അപ്പോഴെല്ലാം സുലൈമാൻ മുസ്ലിയാർ ചിരിച്ചുകൊണ്ട് പറയുക, അത് ചൂട് പോരല്ലോ എന്ന്. ചൂട് പോലെ പതച്ച് തിളച്ച വെള്ളം ദേഹത്തിലേക്ക് ഒഴിക്കുമ്പോൾ കൈപിടിച്ച തന്റെ ശിഷ്യനോട് പറയുകയാണ്, ഇതിന്റെ ചൂട് ഇപ്പോഴും പോരെ, ഇപ്പോഴും ഐസ് പോലെയുണ്ട് എന്ന്. അങ്ങനെയുള്ള രാരിച്ചലോടങ്ങാനും സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞിരുന്നുവെങ്കിൽ, നിർബന്ധിച്ചുകൊണ്ട് നീ മുസ്ലിമാവണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലാതെ ജീവിക്കുമോ? വാസ്തവത്തിൽ അങ്ങനെ നിർബന്ധിച്ചില്ല. ഇക്റാഹ് ദീനിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ നിർബന്ധം ചെലുത്തലില്ല. സത്യവും അസത്യവും മനസ്സിലാക്കി സത്യത്തിലേക്ക് വരിക എന്നുള്ള തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, അസാൻമാർഗികതയിൽ നിന്നും സന്മാർഗ വ്യക്തമായി കഴിഞ്ഞതാണ്. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അവിശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ ബഹുമാനപ്പെട്ട പോന്തി നായരോടും ഖുതുബുസ്സമാന് പറയാമായിരുന്നു, പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ബാഖിയാത്തു സാലിയാത്തിൽ പഠിക്കുമ്പോൾ ഒരു ചെട്ടിയാർ അവിടെ വരാറുണ്ട്. വാസ്തവത്തിൽ ആ ചെട്ടിയാർ വന്നാൽ ഫറായിലുള്ള മസ്അലയാണ് അദ്ദേഹം ഞങ്ങളോട് സംശയം ചോദിക്കുക. നെറ്റിയിലെല്ലാം നല്ല ഭസ്മമുണ്ടാകും, വലിയൊരു തലപ്പാവ് അദ്ദേഹം പാണ്ഡിത്യത്തിന്റെ തലപ്പാവല്ല, അവരുടെ പാരമ്പര്യ ആചാരത്തിലുള്ള തലപ്പാവാണ്. ആ തലപ്പാവും ധരിച്ച് ഒരു 10, 80, 90 വയസ്സാണ്. പക്ഷെ ഇദ്ദേഹം ആരായിരുന്നു എന്നല്ലേ? ബാഖിയാത്തു സാലിയാത്തിന്റെ ബാനി അസ്റത്തിന്റെ ഫത്വ എഴുതുന്ന റൈറ്ററായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഫിഖ്ഹിൽ, ഹനഫി ഫിഖ്ഹിൽ വലിയ പാണ്ഡിത്യമാണ് ഉണ്ടായിരുന്നത്. ബാനി അസ്റത്ത് മരണപ്പെട്ടതിന്റെ ശേഷമോ ചില ആളുകളെല്ലാം വന്നിട്ട് ഫത്വകളെല്ലാം തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നോക്കോ, ഈ വിഷയമാണെങ്കിൽ അത് ഉടനെ തന്നെ പകർത്തി കൊടുക്കോ. ചെട്ടിയാരുടെ ഫത്വ എന്താണ് വാദത്തിൽ അന്ന് അതിന് പറയാറുള്ളത്. അദ്ദേഹം ഇടയ്ക്കിടെ ബാക്കിയാത്തിൽ വരും. ഇപ്പോൾ ബാനി ഹസ്രത്ത് വഫാത്താവുകയുണ്ടായി. ബാനി ഹസ്രത്ത് വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോവുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഓഫീസിലെ ബന്ധങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് വീട്ടിലായിരുന്നു. എന്നാലും ഇടയ്ക്ക് കോളേജിൽ വരുമ്പോൾ മുത്തഅല്ലിമീങ്ങളെ കണ്ടാൽ അദ്ദേഹം എല്ലാ മസ്അലയും ചോദിക്കും. അദ്ദേഹം ആകെ പ്രയാസപ്പെടുത്തുന്നത് എന്താണ്? അനന്തരാവകാശ മസ്അല, കുടുക്ക് പിടിച്ച മസ്അല അദ്ദേഹം ചോദിക്കും. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. അങ്ങനെ ഫിഖ്ഹിൽ, ഹനഫി ഫിഖ്ഹിൽ വലിയ പാണ്ഡിത്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഈ പാണ്ഡിത്യമെല്ലാം നേടി ശ്രീ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ കൂടെ അദ്ദേഹം ഒരു വലിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആ ചെട്ടിയാരോട് അബ്ദുൽ വഹാബ് ഹസ്രത്തെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ല ചെട്ടിയാരെ, നിങ്ങൾക്ക് എന്താ ഇനി ദീൻ സ്വീകരിച്ചുകൂടെ? നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചെങ്കിലേ എന്റെ കൂടെ ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നൊരു നിർബന്ധമായിട്ട് വെക്കുകയാണെങ്കിൽ അവരത് ഉപേക്ഷിക്കുമോ? വാസ്തവത്തിൽ ഉണ്ടായില്ല. ഈ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും രീതി തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനും സ്വീകരിച്ചത്. ദളിതർ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയായിരുന്നു. അവരുടെക്ക് അമ്പലമില്ല, ഉത്സവങ്ങളില്ല, ആരാധനകളില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് മൂന്നൂരിലുള്ള ആ കളിയാട്ടം ഉത്സവത്തിന്റെ അഥവാ അവിടെയുള്ള ഉത്സവത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കുന്നത്, അനുവാദം കൊടുക്കുന്നതുമെല്ലാം തന്നെ കളിയാട്ടത്തിന്റെ ആ ദളിതർക്ക് അനുവാദം കൊടുക്കുകയും ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനായിരുന്നു. വ്യത്യസ്ത മതാനുയായികൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും വളർത്തിയ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരിൽ കടുത്ത പോരാളിയായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാലിയും ഔക്കോയ മുസ്ലിയാരും അക്കാലത്ത് ജീവിച്ച പ്രഗത്ഭരായ 2 മഹാപണ്ഡിതന്മാരാണ്. അദ്ദേഹത്തിന്റെ മുരീദന്മാരിൽ ഏറ്റവും അധികം അറിയപ്പെടുന്നത് അവർ 2 പേരുമാണ്. അല്ലാതെ മുരീദന്മാരുടെ വലിയ ഒരു ശൃംഖലയോ അല്ലെങ്കിൽ തരീഖത്ത് ബിസിനസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരായിട്ട് അറിയപ്പെടുന്നത്, ഈ ബയ്യത്ത് ചെയ്തുകൊണ്ട് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഹിഷാം, അതായത് പരപ്പനങ്ങാടിയിലെ മഹാകുടുംബത്തിൽപ്പെട്ട ഹിഷാം എന്ന് പറയുന്ന പ്രമുഖന്റെ പുത്രനായ ഔക്കോയ മുസ്ലിയാരെയും വെളിയങ്കോട്ട് ഉമർ ഖാദിയെയുമായിരുന്നു. ഉമർ ഖാദിക്ക് സ്വാതന്ത്ര്യാഭിമാനവും ദേശാഭിമാനവും ലഭിച്ചത് വാസ്തവത്തിൽ മമ്പറം തങ്ങളിൽ നിന്നായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അദ്ദേഹം നീങ്ങി നികുതി കൊടുക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അവസാനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ചാവക്കാട്ട് നിന്ന് കോഴിക്കോട്ട് ഹജൂറിലെത്തി. കോഴിക്കോട്ട് ഹജൂറിൽ നിന്നുള്ള വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ ജയിലിൽ വെക്കുകയുണ്ടായി. ജയിലിൽ വെച്ചപ്പോൾ അദ്ദേഹം ഒരു കത്ത് ബഹുമാനപ്പെട്ട തന്റെ ഷെയ്ഖായിരിക്കുന്ന
ബഹുമാനപ്പെട്ട കുതുബുസ്സമാന് അദ്ദേഹം എഴുതിയത് ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം പത്ത് ഷരീഫ് സലാമിൽ മുഅബ്ബദി ഇരങ്ങാടിയതേ പുതിയറ ജയിലിൽ കൊണ്ട് ഉമർ ഖാലിയാർ എഴുതുന്ന ഒരു കവിതകളാണ്. അത് കണ്ണീരിൽ ചാലിച്ചുകൊണ്ടാണ് ആ കവിത. വാസ്തവത്തിൽ വികാര തീവ്രമായ വരികളെ കൊണ്ട് കണ്ണീരിൽ ചാലിച്ചുകൊണ്ട് ജയിൽ പീഡനങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ജയിലിൽ നിന്ന് കിട്ടിയ മർദ്ദനങ്ങളുടെ വേദനകൾ മുഴുവനും തന്നെ അന്തർലീനമാക്കിയ ഈ കവിത മമ്പുറത്തേക്ക് കൊടുത്തയക്കുന്നു. وبعدو فتشريف السلام المؤبد إلى هضرة العلوي شيخي ومرشدي എന്ന് തുടങ്ങിക്കൊണ്ട് പറയുന്നു. സലാമും മിനൽ മഹബൂസി ഖദ്ദാബുകുൽ ഉമർ മുരീദുകുൽ ആസിൽ ഫഖീറിൽ മുഖദ്ദമി മുകമ്മദി. ഞാൻ ജയിലറക്കുള്ളിൽ നിന്ന് സലാം പറയുന്നു. പ്രിയപ്പെട്ട ഷെയ്ഖ്, പ്രിയപ്പെട്ട എന്റെ ഗുരു, ഞാനിതാ ജയിലറക്കുള്ളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് സലാം പറയുന്നത്. തുക്കുടി സാർ, അന്നത്തെ കലക്ടർമാർക്ക് പറയുന്ന പേരാണ് തുക്കുടി. തുക്കുടി സാറിനെ ജയിലിൽ വെച്ചിരിക്കുന്നു. അലാഹുക്കുമി നീബൂ സാഹിബിൻ ബഹുവ മുഅ്തദി, ചാവക്കാട് തുക്കുടിയായ നീബൂ സാഹിബിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് വേദനകളും മർദ്ദനങ്ങളും പീഡനങ്ങളും എല്ലാം തന്നെ കണ്ണീരിൽ ചാലിച്ചുകൊണ്ട് എഴുതിയ ആ കത്ത് ബഹുമാനപ്പെട്ട കുത്തുബുസ്സമാന്റെ കയ്യിൽ കിട്ടി. ആ മഹാത്മാവ് അത് വായിച്ചപ്പോൾ അദ്ദേഹം പോലും കരഞ്ഞു പോവുകയുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു ചെറിയ ലഘുലേഖ അറബിയിൽ എഴുതുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിക്കൊണ്ട് ഇനി ജിഹാദ് അല്ലാതെ സായുധ സമരമല്ലാതെ മറ്റൊന്നില്ല എന്ന ആഹ്വാനമായിരുന്നു അദ്ദേഹം സമർപ്പിച്ചത്. ആ അറബിയിൽ എഴുതിയ ആ കൊച്ചുകൃതി എല്ലാ വെള്ളിയാഴ്ചയും ജുമാഅത്ത് പള്ളിയിൽ ഖത്തീബുമാർ ജുമാ നമസ്കാരത്തിന് ശേഷം വായിച്ച് അർത്ഥം പറയണമെന്നും ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഈ എല്ലായിടത്തും അങ്ങനെ വായിക്കാൻ തുടങ്ങി, അർത്ഥം പറയാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരത് കാണുകയും അത് കണ്ടെത്തുകയും വാങ്ങിക്കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ജനങ്ങൾ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിക്കൊണ്ട് ജിഹാദിന്റെ രംഗത്തേക്ക്, ഏതാണ്ട് സമര രംഗത്തേക്ക് മുന്നോട്ട് വന്നു. അങ്ങനെയുള്ള സമരങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ചേറൂരിൽ നടന്ന സമരം, മുട്ടിയറ നടന്ന സമരം. ഈ സമരത്തിൽ, ബഹുമാനപ്പെട്ട ചേറൂരിൽ നടന്ന സമരത്തിൽ കുതുബുസ്സമാൻ സ്വന്തം തന്നെ സാന്നിധ്യം നൽകുകയുണ്ടായി. ആ സമരത്തിൽ, ആ യുദ്ധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുറിവേറ്റത്. ആ മുറിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെയും രോഗമായിട്ട് ചരിത്രം രേഖപ്പെടുത്തി കാണുന്നത്. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിക്കൊണ്ട് നീണ്ട പ്രസ്താവന മാത്രമല്ല ചെയ്തത്, പ്രായോഗിക രംഗത്ത് സാന്നിധ്യം നൽകി രണാങ്കളത്തിൽ അദ്ദേഹം ഇറങ്ങി വാസ്തവത്തിൽ അവർക്ക് നേതൃത്വം കൊടുത്തു. മുസ്ലിമീങ്ങൾക്കത് വലിയ പ്രതീക്ഷയായിരുന്നു. അന്ന് അതുപോലെയുള്ളൊരു പ്രതീക്ഷയാണ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ പാണക്കാട്. വാസ്തവത്തിൽ അവരെല്ലാം ഒരേ കാലഘട്ടക്കാരാണ്. മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അത്. വാസ്തവത്തിൽ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ വേലൂർ ജയിലിൽ കിടന്നുകൊണ്ടാണല്ലോ മരണപ്പെട്ടത്. അദ്ദേഹത്തെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട്. അതും ബ്രിട്ടീഷുകാർക്കുള്ള എതിർപ്പിന്റെ പേരിൽ തന്നെയായിരുന്നു. ഏതായിരുന്നാലും അഭിനിവേശ ശക്തികൾക്കെതിരായി കൊണ്ടടരാടുകയും സദാചാരമുള്ള ഒരു സമൂഹത്തെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുകയും ചെയ്ത മഹാനായിരുന്നു സയ്യിദ് അലവിയിൽ മൗലദ് ദൗല റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാൻ അവറുകളുടെ 175ാമത്തെ ഉറൂസാണ് ഇവിടെ നടന്നെന്ന് സമാപിക്കാൻ പോകുന്നത്. ഒരു ദുആ സമ്മേളനം ഇതിന്റെ പിറകിലുണ്ട്. നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥന മനസ്സോടുകൂടിയിട്ടാണ് ഇവിടെ ഹാജരായിട്ടുള്ളത്. ദിക്റുൽ അംബിയാ ഇബാദ, അമ്പിയാക്കന്മാരെ സംബന്ധിച്ച ദിക്ർ ഇബാദത്താണ്, ഇതൊരു ദിക്റാണ്. അതുപോലെ തന്നെ ദിക്റു സാലിഹീൻ കഫാറ, സാലിഹീങ്ങളെ സംബന്ധിച്ച് പറയുന്നതും കഫാറത്ത. ഇവിടെ ഒരു ദിക്ർ നടക്കുന്നു. ഈ ദിക്റിന്റെ ശേഷമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. ഏതായിരുന്നാലും മഹാനായ സയ്യിദ് അലവിയിൽ മമ്പറന്ന് ഈ വഫാത്തായി ഏതാണ്ട് 175 വർഷം പിന്നിടുകയുണ്ടായി. 77 വർഷത്തോളം ഈ നാട്ടുകാരോടൊപ്പം ചെന്നുകൊണ്ട് നേതൃത്വം കൊടുത്ത
ആ മഹാനുഭാവന്റെ മഹിതമായ സ്മരണയാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്തോടുകൂടിയിട്ട് ഈ മക്കാമിൽ കിടക്കുന്ന ആ മഹാനുഭാവൻ നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ സംസാരവും നമ്മുടെ ഈ ആവേശവുമെല്ലാം കാണുന്നുണ്ട്. പടച്ച തമ്പുരാൻ ഇതെല്ലാം ദീനിനൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഏറ്റവും വലിയ സിംഹഭാഗമോ ഇൽമിന്റെ ഇശാഅത്തിനാണ് എന്നറിയുമ്പോൾ എത്രമാത്രം ആവേശമാണ് നമുക്കുണ്ടാകുന്നത്. ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ പറ്റി എന്റെ വലിയ സുഹൃത്ത് നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്നു വരുന്ന വിദ്യാസ്ഥാപനം, ലോകത്തിലൊട്ടാകെ ഇസ്ലാമിന്റെ വെളിച്ചം നൽകാൻ പറ്റുന്ന ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പണം അങ്ങ് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അന്ന് ബദറും ഉഹദും നിലനിർത്തിയതുപോലെ ഇന്ന് നിലനിർത്തുകയല്ലേ ചെയ്യുന്നത്. വാസ്തവത്തിൽ ദീൻ നിലനിർത്താൻ, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കപ്പെടാൻ സമൂഹം മുഖം തിരിച്ചു കളയുന്ന സമയത്താണ് അള്ളാഹു ഇതുപോലെ അവന്റെ ഔലിയാക്കന്മാരെ കൊണ്ട് ഈ ദീൻ നിലനിർത്താനുള്ള സെറ്റപ്പുകൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. പടച്ച തമ്പുരാൻ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഈ സമുദായത്തിനൊരു നല്ല ഉജ്ജ്വലിക്കുന്ന വെളിച്ചമാക്കി മാറ്റാൻ ഇതുപോലെയുള്ള പരിപാടികൾ സഹായകരമാക്കി തീർക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട മമ്പറത്തെ തങ്ങളുടെ മകനാണ് സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ. മഹാനായ പിതാവിനെ പോലെ യോഗ്യനായ പുത്രനാണ് സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹം ജനിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നും കല്യാണം കഴിച്ച അബൂബക്കർ മദനിയുടെ മകളിലൂടെയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇവിടുന്ന് ഗൂഢമായി കൊണ്ട് നാടുകടത്താനായിരുന്നു ബ്രിട്ടീഷുകാര് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം നേരത്തെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഇവിടുന്ന് സ്ഥലം വിടാൻ തീരുമാനിക്കുകയുണ്ടായി. തന്റെ കുടുംബത്തിനും തന്റെ ആശ്രിതന്മാർക്കോ തന്നെ കൊണ്ട് പ്രയാസമുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം പോവുകയുണ്ടായി. പക്ഷേ അദ്ദേഹം മക്കയിൽ ഹറമിൽ 18 വർഷത്തോളം അവിടെ താമസിച്ചുകൊണ്ട് ഇബാദത്തെടുത്തു. പക്ഷേ നല്ല നയചാതുര്യമുള്ള ഒരാളായതുകൊണ്ട് അന്നത്തെ വലിയ സാമ്രാജ്യമായ തുർക്കി സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിളിൽ യമനിന്റെ ഗവർണറായിക്കൊണ്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചു. പിന്നീട് യമനിന്റെ ഗവർണർ പദവിയിൽ നിന്ന് പോയപ്പോൾ പിന്നീട് അദ്ദേഹം ഇസ്തംബൂളിൽ ഈ തുർക്കി ഗവൺമെന്റിന്റെ അഡ്വൈസറായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ധാരാളം കിതാബുകളും ഫത്വകളുമെല്ലാം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നിരന്തരം കിതാബുകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ജനറേറ്ററായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കളുടെ എല്ലാം തന്നെ പാരിത്രികമായ പദവി ഉയർത്തുമാറാകട്ടെ. അവരെ സ്നേഹിക്കുന്നവർക്ക് അവരോടൊപ്പം തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ രാജാതിരാജനായ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മഹിതമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുത്തിരുന്ന മർഹൂം CH ഹൈദറസ് മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാർ, അതുപോലെ തന്നെ ഇതിന്റെ ആത്മാവും പരമാത്മാവുമായി അലിഞ്ഞിരുന്ന ഡോക്ടർ ബാപ്പുട്ടി ഹാജി, ഇവർക്കെല്ലാം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഹത്തുക്കളുടെ മഹിതമായ ജീവിതം ഉന്നതമായി തീരാനാണ്. അല്ലാഹു അവരോടൊപ്പം സ്വർഗപ്പുങ്കാവനത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.